നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റിൽ നീറി സഭ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ഇരുസഭകളും. ലോക്സഭയിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷ ബഹളത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും സ്തംഭിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് സഭ ചേർന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സഭയിലെ ചർച്ചയിലൂടെ രാജ്യത്തെ യുവാക്കളുടെ ആശങ്ക അഭിമുഖീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണം. നീറ്റുമായി ബന്ധപ്പെട്ട യുവാക്കളുടെ ആശങ്കകൾ അഭിമുഖീകരിക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാൻ കഴിയുമെന്നും അതിനു ചർച്ച വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ സ്തംഭിച്ച് രാജ്യതലസ്ഥാനം. 4 മണിക്കൂർ നിന്ന് പെയ്ത മഴയിൽ വെള്ളക്കെട്ടിൽ അമർന്ന് രാജ്യതലസ്ഥാനം. വെള്ളിയാഴ്ച പുലർച്ചെ തുടങ്ങിയ ശക്തമായ മഴയിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായി. കനത്ത മഴയിൽ രാവിലെ 5:30 ഇന്ദിരാഗാന്ധി വിമാനത്താവളം ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വസന്തവിഹാർ മേഖലയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു വീണ് 3 തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടു. നിർമ്മാണ സ്ഥലത്തിന് സമീപം താൽക്കാലിക കൂരകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് വൈകിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നേർക്കുനേർ കലഹിച്ച് ട്രംപും ബൈഡനും. നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിന് തുടക്കമായി. നിലവിലെ പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡനും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് സംവാദം. ഇരു സ്ഥാനാർത്ഥികളും സംവാദത്തിനിടെ പരസ്പരം കലഹിച്ചു. അതിർത്തി, ദേശീയ സുരക്ഷ, വിദേശ നയം, ഗർഭചിത്രം എന്നീ വിഷയങ്ങളിൽ ആയിരുന്നു ഇരുവരും തമ്മിൽ സംവാദമുണ്ടായത്. ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആദ്യ ഫലം പുറത്ത്. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തുവന്നു. മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ വിശ്വസ്തൻ മസൂദ് പെസഷ്കിയാനും സുരക്ഷാ കൗൺസിൽ അംഗവുമായിരുന്ന സയ്യിദ് ജലീലിയും വോട്ടിംഗ് നിലയിൽ മുന്നേറുന്നതായി റിപ്പോർട്ട്. 12 ദശലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ മസൂദ് പെസഷ്കിയാണ് 5.3 ദശലക്ഷവും സയ്യിദ് ജലീലിക്ക് 4.8 ദശലക്ഷവും വോട്ടുകൾ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ലെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാൻ മുൻ മേയറും റവല്യൂഷണറി ഗാർഡ് കമാൻഡറുമായിരുന്ന മുഹമ്മദ് ബഗർ ഗാലിഗാവ്, മുൻ ആഭ്യന്തരമന്ത്രി മുസ്തഫ ഫൗർ മുഹമ്മദി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. 80 പേർ സമർപ്പിച്ച നാമനിർദ്ദേശ പട്ടികയിൽ നിന്ന് 6 പേരെയാണ് ഗാർഡിയൻ കൗൺസിൽ തെരഞ്ഞെടുത്തത്. ഇവരിൽ ടെഹ്റാൻ മേയർ അലിറസ സഖാനി, സർക്കാർ ഉദ്യോഗസ്ഥൻ അമീർ ഹുസൈൻ ഗാസിദാദെ ഹാഷേമി എന്നിവർ തെരഞ്ഞെടുപ്പിൽ മുന്നേ മത്സരരംഗത്ത് നിന്നും പിന്മാറിയിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ഫൈനൽ പോരാട്ടം ഇന്ന് രാത്രി 8-ന്. T20 ലോകകപ്പ് 2ാം കിരീടം തേടി ഇന്ത്യയുടെ നീലപ്പട ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുന്നു. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ചുണ്ടിനും ഭാഗ്യത്തിനുമിടയിൽ വഴുതിപ്പോയ കിരീടത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഉറച്ചാകും ഇന്ത്യ ഇന്നിറങ്ങുക. നേരത്തെ 2007 നടന്ന T20 ലോകകപ്പ് ചാമ്പ്യന്മാരായിരുന്നു ഇന്ത്യ. അതിനുശേഷം 3ാമത്തെ ഫൈനലിലാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. 2014 ബംഗ്ലാദേശിൽ നടന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും ശ്രീലങ്കയോട് അടിയറവ് പറയേണ്ടി വന്നു. നിലവിൽ ലോകത്തുള്ള മുൻനിര ബാറ്റർമാരും ബൗളർമാരുമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ഇതോടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.